IDFC ഫസ്റ്റ് ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു. 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് ഓപ്പൺ ചെയ്തത്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ആ ഒരു വീഡിയോ കാണുക, അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. ബുധനാഴ്ച അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച അക്കൗണ്ടിൻ്റെ വെൽക്കം കിറ്റ് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ശനിയാഴ്ച എനിക്ക് വെൽക്കം കിറ്റ് ഡെലിവറി ചെയ്തു. വെൽക്കം കിറ്റിൽ വരുന്നത് നമ്മുടെ ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ 10 ചെക്ക് ലീവ്സ് അടങ്ങിയ ഒരു ചെക്ക് ബുക്ക് എന്നിവയാണ്. ബ്ലൂ ഡാർട്ട് ആണ് വെൽക്കം കിറ്റ് ഡെലിവറി ചെയ്തത്. ഇതിനകത്ത് വരുന്ന ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ വിസ ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡാണ് വരുന്നത്. നമ്മൾ ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ട് ഇതിനകത്ത് 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡെബിറ്റ് കാർഡിനും അതുപോലെ തന്നെ ചെക്ക് ബുക്കിനും പ്രത്യേകിച്ച് ചാർജ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് വരുന്നില്ല, സൗജന്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ചെക്ക് ലീവ്സ് വേണമെങ്കിൽ പുതിയ ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് ചെയ്താലും റീഇഷ്യൂവൻസ് ചാർജും വരുന്നില്ല, അതും സൗജന്യമാണ്. പക്ഷേ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സർവീസിനൊക്കെ നമ്മൾ സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജായിട്ട് 100 രൂപ പ്ലസ് GST ഈടാകും. അതുപോലെ തന്നെ ചെക്ക് ബുക്ക് പിന്നീട് വേണ്ടി വന്നാൽ റീഇഷ്യൂവൻസ് ചാർജായിട്ട് 50 രൂപ പ്ലസ് GST ഈടാക്കും. അപ്പോൾ ഈ രീതിയിൽ സർവീസ് ചാർജ് നൽകേണ്ടതായിട്ട് വരും. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടിയ വെൽക്കം കിട്ടുന്ന അൺബോക്സ് ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ്. വിസ ക്ലാസിക് വേരിയൻറ്റിലുള്ള ഡെബിറ്റ് കാർഡാണ്. ടാപ്പ് ആൻഡ് പേ ഓപ്ഷൻ സൗകര്യം ലഭ്യമാണ്. ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, ഡിസൈന് കുഴപ്പമില്ല. ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല, വെറുതെ ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. മറ്റു ബാങ്കുകളുടെ കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിന് ക്വാളിറ്റി വളരെ കുറവായിട്ടാണ് തോന്നിയത്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും ആ ഒരു രീതിയിലുള്ള ചാർജാണ് ഈടാക്കുന്നത്. നമ്മൾ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ഒന്നും തന്നെ കൊടുക്കേണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ 100 രൂപ മാത്രമാണ് ഇതിൻ്റെ ആനുവൽ ചാർജായിട്ട് ഈടാക്കുന്നത്. സോ അതിനനുസരിച്ച് ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു കാർഡിനുള്ളത്. അധികം ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രീമിയം ലുക്കൊന്നും തന്നെ ഇല്ലാത്തതിനാൽ നമുക്ക് വളരെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡെബിറ്റ് കാർഡാണിത്. ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ വിഡ്രോവൽ ലിമിറ്റാണ് വരുന്നത്. ഡെയിലി നമുക്ക് ATM വഴി 1 ലക്ഷം രൂപ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി പർച്ചേസ് ലിമിറ്റ് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 2.5 ലക്ഷം രൂപയാണ്. പിന്നെ നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ATM വഴി നമുക്ക് ഒരു മാസത്തിൽ 5 ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ സൗജന്യമായിട്ട് നടത്താം. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും 20 രൂപ പ്ലസ് GST സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കും. എന്നാൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ATM വഴി നമുക്ക് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അൺലിമിറ്റഡ് നടത്തുവാനായി സാധിക്കും. അതർ ബാങ്കിൻ്റെ ATM നോക്കിക്കഴിഞ്ഞാൽ അതർ ബാങ്കിൻ്റെ ATM വഴി നമുക്ക് ഒരു മാസത്തിൽ 5 ഇടപാടുകളെ സൗജന്യമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും. ഈ ഒരു 5 സൗജന്യ ഇടപാടിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും, അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും. ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 20 രൂപ പ്ലസ് GSTയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 8 രൂപ പ്ലസ് GSTയും സർവീസ് ചാർജ് ഈടാക്കും. പിന്നെ ഒരു 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്. പിന്നെ ഒരു 1.5 ലക്ഷം രൂപയുടെ ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. സോ 5,000 രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് പിന്നെ പരിടിക്കാതെ ജസ്റ്റ് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് പേ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മൈനർ അക്കൗണ്ടായിട്ടാണ് ഈ ഒരു കാറ്റഗറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഡെയിലി ATM അതുപോലെ തന്നെ PUS ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപ മാത്രമാണ്. ഈ പറയുന്ന ഹയർ ലിമിറ്റ് കിട്ടുകയില്ല മൈനർ അക്കൗണ്ട് ആണെങ്കിൽ. പിന്നെ ഇതിനകത്ത് ഇവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വെൽക്കം കിറ്റ് ആയതിനാൽ IDFC ഫസ്റ്റ് ബാങ്കിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയൊരു വെൽക്കം നോട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും ചെക്ക് ബുക്ക് ആണെങ്കിലും നമ്മുടെ പേര് പ്രിൻറ്റ് ചെയ്തുള്ള കസ്റ്റമൈസ്ഡ് ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ചെക്ക് ബുക്കും ആണ്. പിന്നെ നമുക്ക് ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സൊക്കെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളി ലോഡഡ് ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ മന്ത്ലി ഇൻട്രസ്റ്റ് എല്ലാ മാസവും നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. അതിനുള്ള ഫീച്ചേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു വെൽക്കം കിറ്റിൽ വരുന്നത് ഒരു ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. നമുക്ക് കാർഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കാർഡ് ബ്ലോക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെയാണ് ഈ ഒരു ഡോക്യുമെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ജനറേറ്റ് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് കാർഡ് സെക്ഷനിൽ പോയിട്ട് ജനറേറ്റ് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു 4 ഡിജിറ്റ് പിന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP ടൈപ്പ് ചെയ്ത് നൽകുക. അങ്ങനെ നമുക്ക് ഡെബിറ്റ് കാർഡിന് ഒരു പിന്ന് സെറ്റ് ചെയ്യാം. അത്രമാത്രം മതി. അങ്ങനെ പിന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡെബിറ്റ് കാർഡ് ആക്റ്റീവായി.
നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ വിർച്വൽ ഡെബിറ്റ് കാർഡ് മൊബൈൽ ആപ്പിൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ മുതൽ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷനുകൾക്ക് നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് UPI ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാർഡ് ഇൻഫർമേഷൻ നമുക്ക് മൊബൈൽ ആപ്പിൽ തന്നെ ലഭ്യമായതിനാൽ പിന്നെ നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് IVR ഉപയോഗിക്കാം. ഈ ഒരു നമ്പറിൽ വിളിച്ച് നമുക്ക് ഏജൻറ്റ് നമുക്ക് IVR ഓപ്ഷനിലേക്ക് കണക്ട് ചെയ്ത് തരും ഡെബിറ്റ് കാർഡ് പിന്നും ജനറേറ്റ് ചെയ്യാനുള്ള. അതിനകത്ത് നമുക്ക് കാർഡ് നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ഫോണിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് നമുക്കൊരു 4 ഡിജിറ്റ് ഡെബിറ്റ് കാർഡ് പിന്ന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 രീതിയിൽ, അതായത് മൊബൈൽ ബാങ്കിങ് ആപ്പ് ഉപയോഗിച്ച്, അതുപോലെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച്, അതുപോലെ തന്നെ IVR ഉപയോഗിച്ച് നമുക്ക് ഡെബിറ്റ് കാർഡിന് പിന്ന് സെറ്റ് ചെയ്ത് കാർഡ് ആക്ടിവേറ്റ് ചെയ്തെടുക്കാം. പിന്നെ കാർഡ് നമുക്ക് കിട്ടുവാൻ നേരത്ത് ഡീഫോൾട്ടായിട്ട് ഡൊമസ്റ്റിക് ATM ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ POS ട്രാൻസാക്ഷൻ ആയിരിക്കും എനേബിൾ ആയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ടാപ്പ് ടു പേ ഓപ്ഷനൊന്നും എനേബിൾ ആയിരിക്കില്ല, ഡീഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും. സോ നമ്മളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് മാനേജ്മെൻറ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാനും സാധിക്കും. ഈ ഒരു കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ATM വഴി ഒരു ട്രാൻസാക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാർഡ് ഉപയോഗിച്ചൊരു സ്വൈപ്പ് മോഡിലുള്ള പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം. എങ്കിൽ അതിനുശേഷം മാത്രമേ നമുക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്യാനായി സാധിക്കും. പിന്നെ വെൽക്കം കിറ്റിൽ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചെക്ക് ബുക്കാണ്. നമ്മുടെ പേരൊക്കെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ചെക്ക് ബുക്കാണ് വരുന്നത്. ഈ ഒരു ചെക്ക് ബുക്കിൽ 10 ചെക്ക് ലീവ്സ് ആണ് ഉള്ളത്. നമുക്ക് ഇനി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്ക് ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ചെക്ക് ലീവ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. സോ ഇതൊക്കെയാണ് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ വെൽക്കം കിറ്റിലുള്ളത്. ഒരു പേഴ്സണലൈസ്ഡ് ഡെബിറ്റ് കാർഡ്, ചെക്ക് ബുക്ക്, പിന്നെ അവരുടെ ഒരു വെൽക്കം നോട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി